വയനാട്ടിലേക്ക് പ്രിയങ്ക എത്തുന്നത് വെറുമൊരു ലോക്സഭാ സീറ്റിൽ ജയിക്കാൻ മാത്രമല്ല, വ്യക്തമായ കണക്കുകൂട്ടലുകളോടെ തന്നെയാണ്. 2019 ശേഷം കേരളത്തിൽ കോൺഗ്രസിനും UDFിലും ഉണ്ടായ ഉണർവിന് പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. രാഹുലിന് പിന്നാലെ പ്രിയങ്ക എത്തുമ്പോൾ ദക്ഷിണേന്ത്യയിൽ തന്നെ കോൺഗ്രസിന്റെ ശക്തമായ മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. കേരളത്തിൽ 18 സീറ്റിലും UDF വിജയക്കൊടി പാർച്ചത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് നൽകിയ കരുത്ത് ചെറുതല്ല. അത് തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. ഉത്തർപ്രദേശിൽ BJPയെ കുപ്പിയിലാക്കിയതിന്റെ അനുഭവ പരിചയവുമായാണ് പ്രിയങ്ക ഗാന്ധി വയനാട് ചുരം കയറുന്നത്. അമേഠിയിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചതും BJPയുടെ മുന്നേറ്റം തടയാനായതുമെല്ലാം വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസിന് നൽകുന്നത്. ഇന്ത്യ മുന്നണിയെ ഒപ്പം കൂട്ടി കൃത്യമായ പ്ലാനിങ്ങോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാനായതിന്റെ റിസൾട്ടാണ് UPയിൽ ലഭിച്ചതെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായതോടെ വലിയ ആവേശത്തിലാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്ക് പകരക്കാരിയായി എത്തുന്ന പ്രിയങ്കയെ രണ്ടാം ഇന്ദിരയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിക്കുന്നത്. വോട്ടർമാരിലും ഈ ആവേശം പ്രകടമാണ്. രാഹുലിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ബ്രേക്ക് ചെയ്യുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിലെല്ലാം പ്രിയങ്ക ഒപ്പമുണ്ടായിരുന്നു. വയനാട്ടിലെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. മുത്തശ്ശിയുടെ മരണം, അച്ഛന്റെ മരണം, അനിശ്ചിതത്വങ്ങൾ, അങ്ങനെ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് രാഹുലും പ്രിയങ്കയും. ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കെതിരായ അഴിമതി ആരോപണങ്ങൾ വരെ പ്രിയങ്കയെ ഉലച്ചിട്ടുണ്ട്. അതിനെയെല്ലാം സാമാന്യ ഇച്ഛാശക്തിയോടെ നേരിടാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഏറെ പ്രാക്ടിക്കലായാണ് പ്രിയങ്ക രാഷ്ട്രീയത്തിൽ ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത്. രാഹുലിനെ പോലെയല്ല, കുറച്ചുകൂടി പവർഫുള്ളാണ് പ്രിയങ്ക. സമരമുഖങ്ങളിൽ തീക്കാറ്റായി മാറാനുള്ള അസാധാരണ കഴിവുണ്ട് പ്രിയങ്കയ്ക്ക്. വാക്കുകൾ കൊണ്ട് എതിരാളികളെ നിലംപരിശാക്കും. ഇതെല്ലാം സജീവ രാഷ്ട്രീയത്തിൽ പ്രിയങ്കയ്ക്ക് തുണയാകും. ഒരഭിമുഖത്തിൽ പ്രിയങ്ക പറഞ്ഞത് ഇങ്ങനെ: കുഞ്ഞുനാൾ മുതൽ തന്നെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധിയുമായാണ് ആളുകൾ താരതമ്യം ചെയ്തിരുന്നത്. എന്നാൽ ഞാൻ ഇന്ദിരയല്ല, പ്രിയങ്കയാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും പറയുന്നത് ഞാൻ അമ്മൂമ്മയെ പോലെയാണെന്നാണ്, എന്നാൽ ഞാൻ അച്ഛനെ പോലെയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അഭിമുഖത്തിൽ പ്രിയങ്ക പറഞ്ഞു. അച്ഛൻ രാജീവ് ഗാന്ധിയുടെ മരണശേഷം അമ്മ സോണിയാഗാന്ധി അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്ക് വന്നു. കുറച്ചു നിമിഷത്തേക്കെങ്കിലും ഞാൻ ഭയപ്പെട്ടു. അച്ഛനും മുത്തശ്ശിക്കും സംഭവിച്ചത് എൻ്റെ അമ്മയ്ക്കും സഹോദരനുമൊക്കെ സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടെന്നാണ് പ്രിയങ്ക പറഞ്ഞത്. എന്നാൽ പതിയെ ആ ഭയത്തെ അതിജീവിച്ചെന്നും പ്രിയങ്ക പറയുന്നു. അച്ഛൻ രാജീവ് ഗാന്ധിയുടെ മരണത്തിൽ കുറ്റാരോപിതയായി ജയിൽ ജീവിതം നയിക്കുന്ന നളിനിയെ പോയി കണ്ടതിന്റെ കാരണവും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് ലോകത്തോട് മുഴുവൻ തനിക്ക് ദേഷ്യമായിരുന്നു. എന്നാൽ കാലം കടന്നുപോയപ്പോൾ അത് തണുത്തു. ഞാനൊരു വിക്റ്റിമാണെന്ന് തോന്നൽ ഏറെക്കാലം എന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ നളിനിയെ ജയിലിൽ പോയി കണ്ടപ്പോൾ മനസ്സിലായി അവർക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ ആരുമല്ലെന്ന്. കാരണം അവരും എന്നെപ്പോലെ ഒരു വലിയ വിക്റ്റിം മാത്രമായിരുന്നു. മറ്റൊരു സാഹചര്യത്തിന്റെ വിക്റ്റിമായിരുന്നു നളിനി എന്ന ആ കുറ്റവാളി. ഞാൻ അനുഭവിച്ചതിന് തുല്യമോ അതിൽ കൂടുതലോ സങ്കടം അവരും അനുഭവിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി, പ്രിയങ്ക പറഞ്ഞു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക എത്തുമോ എന്ന ചോദ്യം ഏറെക്കാലമായി ഉയരുന്നുണ്ട്. ഇപ്പോഴത്തെ വയനാട്ടിൽ നിന്ന് ആദ്യമായി പ്രിയങ്ക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഒരുങ്ങുന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഇളയ മകൾ പ്രിയങ്കയുടെ പ്രായം 52 സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഔദ്യോഗികമായി പ്രവേശിച്ചത് 47 വയസ്സിലാണ്. 1972 ജനുവരി 12 ഡൽഹിയിലാണ് പ്രിയങ്കയുടെ ജനനം. 84 വരെ ഡെറാഡൂണിലെ വെൽഹാം ഗേൾസ് സ്കൂളിലായിരുന്നു പഠനം. മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റ് ജീവൻ നഷ്ടപ്പെടുമ്പോൾ പ്രിയങ്കയുടെ പ്രായം വെറും 12. സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർന്നതോടെ പ്രിയങ്കയെ കുടുംബം ഡൽഹിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നീട് ഡൽഹിയിലായിരുന്നു തുടർ പഠനം. 19 വയസ്സിലാണ് പ്രിയങ്കയ്ക്ക് അച്ഛൻ രാജീവ് ഗാന്ധിയെ നഷ്ടപ്പെട്ടത്. സുരക്ഷ കർശനമാക്കേണ്ട സാഹചര്യമായതിനാൽ പ്രിയങ്കയുടെയും ജ്യേഷ്ഠൻ രാഹുൽ ഗാന്ധിയുടെയും പഠനം വീട്ടിലേക്ക് ഒതുങ്ങി. പിന്നീട് വീട് ക്ലാസ് മുറിയായി മാറി. സഹപാഠികളുടെയും അധ്യാപകരുടെയും അഭാവത്തിൽ ഇരുവരും പഠനം ആരംഭിച്ചു. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായ ജീസസ് ആൻഡ് മേരി കോളേജിലായിരുന്നു പ്രിയങ്കയുടെ ബിരുദ പഠനം. സൈക്കോളജിയിൽ ബിരുദം നേടിയ ശേഷം 2010 ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി.
1997 വ്യവസായി റോബർട്ട് വാദ്രയെ പ്രിയങ്ക വിവാഹം കഴിച്ചു. രാഹുലിനെ പോലെയോ അതിനു മുകളിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പ്രിയങ്കയ്ക്ക് സാധിക്കും. അതിന്റെ ടെസ്റ്റ് ഡോസാണ് 2024 തിരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുതന്നെയാണ് BJPയെ ഭയപ്പെടുത്തുന്നതും.